ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ അവർ, മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ അവർ, ആശംസ അറിയിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട ശ്രീ പി.കെ. കുഞ്ഞാലിക്കുട്ടി അവർ, ശ്രീ കെ. രാജൻ അവർ, സമ്മേളനത്തിൽ സ്വാഗതം ആശംസിച്ച നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, സ്നേഹനിധിയായ നമ്മളുടെ പാർലമെൻറ്റിലെ സെക്രട്ടറി ജനറലായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള ശ്രീ ടി.ഡി.പി. ആചാര്യൻ അവർ, സ്നേഹമുള്ള ഷാജി സി ബേബി സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ നമ്മളൊരു ഓറിയൻറ്റേഷൻ കോഴ്സിൻ്റെ തുടക്കത്തിലാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ഔത്സുക്യത്തോടു കൂടി നിങ്ങൾ ഇതിനകത്ത് പങ്കെടുക്കുമെന്നുള്ള ഒരു ചിന്തയോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. നമ്മുടെ നിയമസഭാ സാമാജികരിൽ 71 ആളുകൾ പുതിയ ആളുകളാണ് എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം പുതിയ ആളുകളാണ്. ബാക്കിയുള്ള അവരുടെ ചേട്ടന്മാർ നിരവധി വർഷത്തെ സർവീസുള്ള ആളുകളുമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഏകോപനം നമുക്കുണ്ടാവണം. അതിനേറ്റവും പറ്റിയത് ഒരു ഓറിയൻറ്റേഷൻ കോഴ്സുണ്ടായി നിങ്ങൾക്കുള്ള സംശയം ചോദിക്കാനുള്ള സന്ദർഭം തരിക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മുതിർന്ന സഹോദരന്മാർക്ക് എന്തെങ്കിലും പറയുവാനുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക. വിദഗ്ധരായിട്ടുള്ള ആളുകൾ നമ്മളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. പ്രാവീണ്യമുള്ള പാർലമെൻറ്റേറിയൻസ് എന്ന് തെളിയിച്ചിട്ടുള്ള നമ്മുടെ കക്ഷി നേതാക്കന്മാർ അവർ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി ഈ 2 ദിവസം കൊണ്ട് പൂർത്തിയാക്കണമെന്നുള്ളതാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഒരു മികച്ച പാർലമെൻറ്റേറിയനാകണം എന്ന് നിങ്ങളിൽ എല്ലാവർക്കും ആഗ്രഹമുണ്ട് എന്നെനിക്കറിയാം. യഥാർത്ഥത്തിൽ നമ്മളുടെ റൂളും ചട്ടങ്ങളും അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ വിശദീകരണങ്ങളെല്ലാം വരുന്നത് ശക്തരാൻ കൗളിനകത്താണ്. അതിൻ്റെ വിശദാംശങ്ങൾ ഇവിടെ ക്ലാസ് എടുക്കുന്ന ആളുകൾ പറയുകയും ചെയ്യും. ഞാൻ എന്നെ സംബന്ധിച്ച് 3 പ്രധാനപ്പെട്ട ഒരു ക്ലോസ് ഇവിടെ പ്രാവീണ്യമുള്ള നമ്മളുടെ അതിപ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകളുണ്ട്. എങ്കിലും ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയാം. ഇവിടെ 282, അതോടൊപ്പം തന്നെ 283, 304, 303 ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ പഠിച്ചാൽ തന്നെ പകുതി പാഠമാകും എന്നാണ് എൻ്റെ വിശ്വാസം. സഭയ്ക്കകത്ത് എങ്ങനെ പെരുമാറണം എന്ന് വിശദീകരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതാണ് ഞാൻ 282 കുറിച്ച് പറഞ്ഞത്. നമ്മുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഭാഗമുണ്ട്. അതും ഇതിനകത്ത് അടക്കം ചെയ്തിരിക്കുകയാണ്. അവശേഷിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ക്രമപ്രശ്നങ്ങൾ ഉന്നയിച്ച് സഭയുടെ ശ്രദ്ധയിൽ നിങ്ങൾക്ക് എങ്ങനെ വരാൻ പറ്റും എന്നുള്ളത് 303 നിങ്ങൾക്ക് വായിച്ചറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് നടക്കുന്ന ഒരു ഓറിയൻറ്റേഷനും നിങ്ങളുടെ പ്രായോഗികമായ ചിന്തയും രണ്ടും കൂടി കൂട്ടിയിണക്കിയാൽ ഒരു നല്ല പാർലമെൻറ്റേറിയനായി വരാൻ പറ്റും എന്ന് ഞാൻ കണക്കാക്കുകയാണ്. നമ്മുടെ നിയമസഭയ്ക്ക് 138 വർഷത്തെ പാരമ്പര്യമുള്ളതാണ്. ഇന്ത്യൻ പാർലമെൻറ്റുകളിലെ അസംബ്ലികളിലെ ഏറ്റവും പാരമ്പര്യമുള്ളത് ഇത് നമ്മളുടെ കേരള നിയമസഭയാണ് എന്നാണ് എൻ്റെ ചിന്ത. ശ്രീ ടി.ഡി.പി. ആചാര്യ സാറിനെ പോലുള്ള ആളുകൾക്ക് അതിനെക്കുറിച്ച് ഫൈനലായിട്ട് പറയാൻ പറ്റും. ഇവിടെ ഈ വേദിയിലുള്ള ആളുകൾ നമ്മുടെ സമുന്നതരായ നേതാക്കന്മാരാണ്. നമുക്കുള്ള പ്രശ്നം ജനങ്ങളുടെ മധ്യത്തിൽ നിൽക്കുന്ന നിങ്ങൾ പാർലമെൻ്ററി കാര്യങ്ങളിലേക്ക് ഇടപെടുമ്പോൾ അതിനെ നമുക്കെങ്ങനെ കൂട്ടിയിണക്കാൻ പറ്റും എന്നുള്ളതാണ്. ജനകീയ പ്രശ്നങ്ങൾ നമുക്ക് ജനപ്രതിനിധി സഭയിലെ പറയാൻ പറ്റും. അത് ശക്തമായും വ്യക്തമായും ക്ലാരിറ്റിയോടുകൂടി നമുക്ക് ഇതിൻ്റെ മുമ്പിൽ എത്തിച്ചാലുള്ള ഗുണം സ്വാഭാവികമായും നമ്മൾക്കും സ്വയം ശക്തി പ്രാപിക്കാൻ കഴിയും. നമ്മളെ വിശ്വസിക്കുന്ന ജനവിഭാഗങ്ങൾക്കൊരു വിശ്വാസ്യത വളർത്തിയെടുത്തുകൊണ്ട് വരാനും കഴിയും. നിങ്ങൾ തെരഞ്ഞെടുപ്പുകളിൽ നല്ല പോരാട്ടം നടത്തിയിട്ടുള്ള ആളുകളാണ്. ജനങ്ങൾ നന്നായി നിങ്ങളെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ജനപ്രതിനിധി സഭയിലേക്ക് വന്നെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി ജനപ്രതിനിധി സഭയിൽ വന്നു കഴിയുമ്പോൾ നമ്മളുടെ റോള് മറ്റൊന്നാണ്. നമ്മളുടെ റോള് നമ്മളെ സഹായിച്ചവർ മാത്രമല്ല, നമ്മളോടൊപ്പം നിൽക്കുന്ന ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ജനവിഭാഗങ്ങൾ ഏത് ഭാഗത്ത് നിന്നാലും അവരുടെ പൊതു താല്പര്യം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന നല്ല ജനപ്രതിനിധിയായി മാറാൻ കഴിയണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. കേരളത്തിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് അതാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്.
അതിന് പറ്റത്തക്ക വിധത്തിലുള്ള ചർച്ചകൾ നമുക്കിവിടെ വരണം. സ്വാഭാവികമായിട്ട് സ്പീക്കറിൻ്റെ റൂളിംഗ് വരുമ്പോൾ ആ റൂളിംഗ് ശരിയോ തെറ്റോ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് 2 പ്രാവശ്യം ആലോചിക്കാൻ പറ്റും. പക്ഷേ റൂൾ ബുക്ക് അനുസരിച്ച് സ്പീക്കറാണ് അവസാനത്തെ വാക്ക് പറയേണ്ട ആൾ. അതുകൊണ്ട് അവസാനത്തെ വാക്ക് ആദ്യമേ പറഞ്ഞ് ആളുകളെ വിഷമത്തിലാക്കാൻ അതിന് ഒരു വ്യക്തിപരമായി ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. നമുക്കിതെല്ലാം ചിട്ടയോടുകൂടി നല്ല അടുക്കോടുകൂടി ഇന്ത്യ ശ്രദ്ധിക്കുന്ന വിധത്തിലുള്ള ജനപ്രതിനിധികളായി വന്ന് മുന്നോട്ട് പോകാനുള്ള അന്തരീക്ഷം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും നമ്മളുടെ പ്രിയപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ സ്വാഗതം പറഞ്ഞു. അതുകൊണ്ട് 2ാം പ്രാവശ്യം സ്വാഗതം എന്നുള്ള നിലയിൽ ഞാൻ ആ വാക്ക് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ കൂടിച്ചേരൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത അനുഭവമായി മാറ്റാൻ എല്ലാവരും ഉണ്ടാകണം എന്ന് മാത്രം ഞാൻ വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്. ഈ വേദിയിൽ ക്ലാസ് എടുക്കുന്ന നമ്മളുടെ മുഖ്യമന്ത്രി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് അദ്ദേഹം അഡ്രസ്സ് ചെയ്യും. ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെയുള്ള ശ്രീ കെ രാജനെ പോലെയുള്ള പ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ നിയമസഭാ നടപടികളെടുത്ത് നോക്കിയാൽ മതി. തികച്ചും മാതൃകയോടുകൂടി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് അതിന് പറ്റത്തക്ക വിധത്തിലേക്ക് നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ പ്രവൃത്തിയും നിങ്ങളുടെ ചിന്തയും ഏകോപിപ്പിച്ച് കൊണ്ടുപോകണമെന്ന് മാത്രം വിനയപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു.